നമ്മുടെ മജ്‌ലിസ് അത് ആ ടൈമിന് തന്നെ നടക്കും. തങ്ങൾ ഉസ്താദിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ ആളുകൾ പെരുന്നാളായിട്ട് ഒരുപാട് ആളുകൾ സിയാറത്തിലാണ്. പല സ്ഥലത്തേക്കും ഫാമിലി സഹിതം കുടുംബസമേതം സിയാറത്തിന് പോയവരുണ്ട്, എല്ലാ മഹല്ലുകളിൽ നിന്നും പോയവരുണ്ട്, അതുപോലെ വീട്ടിലേക്ക് വിരുന്ന് പോയവർ, അങ്ങനെ തുടങ്ങി പല ആളുകൾക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കും. നമ്മളൊന്ന് ഡേറ്റ് മാറ്റില്ലെന്ന് ചോദിച്ചിട്ട് നമ്മുടെ മജ്‌ലിസ് എപ്പോഴും മാറ്റിയ ഒരു ചരിത്രമില്ല. ഇൻഷാ അല്ലാഹ് ഉള്ളവർ അൽഹംദുലില്ലാഹ് ഇന്നും മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ഈ സമയം, അത് ഈ സമയം എന്നല്ല, ഏത് സമയത്തും നമ്മുടെ എല്ലാ തീരുമാനിച്ച കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. എനിക്കറിയാം നമ്മുടെ സുലൈമാൻ ഉസ്താദ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. നാം എപ്പോഴും ഒരു യാത്രക്കാരെ പോലെയാണ് അല്ലേ? നമ്മുടെ ഇവിടെ ഒരു വിരുന്നുകാരൻ, എപ്പം പോവാനും റെഡിയായി നിൽക്കേണ്ട യാത്രക്കാരൻ. അപ്പൊ ഈസുലം എപ്പോഴും പറയും, ഞാൻ എല്ലാ സമയവും ഒളിവിലായി നിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അവിടുന്ന് എപ്പോഴും കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ദർസി രംഗത്ത് ദർസിലായി കൊണ്ട് ആ വെള്ള വസ്ത്രവും വെള്ള കുപ്പായവും ഇട്ട് തന്നെ നിൽക്കും കൂടുതൽ സമയവും. അപ്പൊ അത് ചോദിച്ചപ്പോൾ അവിടെ പറയുകയുണ്ടായി, നമ്മൾ ഇവിടെ ഒരു യാത്രക്കാരൻ, ആ യാത്രക്കാരായ നമ്മളെ വിളിക്കാൻ എപ്പോഴും ആളുകൾ വരും. ആ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഡ്രസ്സ് മാറട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് ഒളു എടുക്കട്ടെ എന്ന് പറയാൻ നമുക്കൊരു സമയം ഉണ്ടാവുകയില്ല, ഒരു സമയം ഉണ്ടാവും. എപ്പോ വിളിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ റെഡിയായി നിന്നോളണം. അതിനർത്ഥം നമ്മുടെ എല്ലാ കടപാടുകളും വീട്ടി, എല്ലാ കാര്യങ്ങളും ഒരാൾക്കും ഒരു വാക്കാലോ അല്ലെങ്കിൽ സാമ്പത്തികമായി ഒന്നും ഒരാൾക്കും ബാക്കി വെക്കാതെ നാം റെഡിയായി നിൽക്കണമെന്നാണ് അർത്ഥം. ഈ സുലൈമാൻ എപ്പോഴും അങ്ങനെയാണ്. ഇന്നും നമുക്ക് പോയാൽ കാണാം, ഒരു ഖറാഅത്ത് പോലും ചെയ്യാം. അൽഹംദുലില്ലാഹ് നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്നത് വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ ആളുകളും അവരെപ്പോഴും ദർസി രംഗത്ത് ദർസിലായി ദീനിന്റെ ഖിദ്മയിലായി ജീവിക്കുന്നവരാണ്. ഇതേ ദർസിൽ തന്നെ മരിക്കണം എന്ന് ആഗ്രഹിച്ച് ദർസിനെ വല്ലാതെ ഹുബ്ബ് വെക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അസ്രാഈൽ വരുന്ന സമയത്ത് നമുക്ക് പോവണം, ഞാനൊന്ന് wudu എടുക്കട്ടെ എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ദായിമൻ wudu, അത് നല്ല കാര്യമാണ്, സുന്നത്താണ്. ഒരാള് wuduയിലായി മരിച്ചാൽ അവന്റെ റൂഹ് അർശിന്റെ തണലിലായിരിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണ് wudu എപ്പോഴും ദായിമാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ ഒരു തലപ്പാവ് നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരു ഷിആറാണ്, തൊപ്പി, ഒരു തലപ്പാവ്, നല്ലൊരു താടി വെക്കുക. ഒരിക്കലും തന്നെ നമ്മൾ താടി പഠിച്ചു കളയരുത്, അത് വലിയ തെറ്റാണ്, ഖറാഅത്താണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയാത്തിൽ സലാത്ത് ചൊല്ലുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തലതിരിച്ചു കളയുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, പണ്ഡിതന്മാരും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, അത് നമ്മൾ ദായിമാക്കി. ഏതൊരു കാര്യമാണെങ്കിലും ദായിമായി ചെയ്യുന്ന ഒരു അമൽ, ഇബാദത്ത്, അതിനേക്കാണ് ഏറ്റവും കൂടുതൽ പുണ്യവും പവറും. നമുക്ക് കുറേ നിസ്കരിച്ച് റമദാനുൽ ശരീഫിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. തസ്ബീഹ് നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, ദുഹ നിസ്കരിച്ചു, എല്ലാം നിസ്കരിച്ചു, ഒരുപാട് ഖത്മുകൾ തീർത്തു, എല്ലാം ചെയ്തു. ഈ ഒരു ആത്മീയ ശുദ്ധി നമ്മൾ കൈവരിച്ച ഒരു ചൈതന്യം, അത് നാം ഈ റമദാൻ പെരുന്നാളോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ശവ്വാൽ വരലോടുകൂടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ നാം നിസ്കാരക്കാരായി നാം നല്ല നോമ്പ്
നല്ല നിസ്കാരം, നല്ല ആളുകളായി പള്ളിയും ജമാഅത്തും ഇതുപോലെയുള്ള മജ്‌ലിസുകളൊക്കെ പങ്കെടുക്കുന്നവരായാൽ പോരാ. നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഈ തലമുറ, നമ്മുടെ മക്കൾ, അവരെ കൂടി നാം നോക്കണം. അവരെ ഭാവി നമ്മൾ നോക്കണം. പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ തൊട്ട് സൂക്ഷിക്കണം. വിശ്വാസികളോട് പറയുകയാണ്, വ അഹ്ലീകും നാറാ, നിങ്ങളുടെ അഹ്ലുകാർ നമ്മുടെ മക്കള്, ഭാര്യ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ വീട്ടുകാർ, അഹ്ല്, ആ അഹ്ലിനെയും നമ്മൾ നോക്കണം. നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ പോരാ. മക്കള് ഏതെങ്കിലും തോന്നിയ റൂട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് മക്കൾ ആ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുപോയാൽ അത് കാരണം നരകത്തിൽ പോകാൻ അതൊരു കാരണമാകും. പ്രത്യേകിച്ച് ഈ ഒരു സമയം നമ്മുടെ വെക്കേഷൻ ടൈമാണ്. ഈ വെക്കേഷൻ ടൈം നമുക്കറിയാം, ഒരുപാട് ചൂട് കൂടിയ സമയമാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഭയങ്കര ചൂടിന്റെ സമയം. ജനങ്ങളെല്ലാവരും പ്രയാസത്തിലാണ്. വെള്ളമില്ലാതെ, നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, ഒരു കാറ്റ് പോലും ഇല്ലാത്ത ചൂട്. ഡിഗ്രി 40, 43, 45ഓളം ഡിഗ്രി ചൂട് എല്ലാ സ്ഥലങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഴയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സുന്ദരമായ മഴ അല്ലാഹു നമുക്ക് നൽകി. അല്ലാഹു വെള്ളത്തിൽ പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നല്ല വശാരമായ വെള്ളം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ, ആ മക്കൾ ഇപ്പോ വെക്കേഷൻ ടൈമാണ്, സ്കൂളൊക്കെ പൂട്ടിയ ടൈമാണ്, SLC പരീക്ഷ കഴിഞ്ഞ്, അതുപോലെ +2 പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റിസൾട്ട് വന്നവരുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയാറിഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന അമ്മമാരോട്, എന്റെ രക്ഷിതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കൾ നല്ല വഴിയിലാണ്. നല്ല വഴി എന്ന് പറഞ്ഞാൽ ദീനിന്റെ മാർഗത്തിൽ നല്ലൊരു സുന്നിയായി ജീവിക്കണം. അതിനുതകുന്ന നല്ല നല്ല വഴികൾ ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. മഹാനരായ ഷറഫു സാദാത്ത് ആദൂരി തങ്ങൾ ഉസ്താദ്, അൽഹംദുലില്ലാ, നമുക്കിവിടെ ഈ എജു പാർക്ക് തുടങ്ങിയത് മുതൽ ഇവിടുത്തെ വലിയൊരു ആഗ്രഹം, വലിയ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വലിയൊരു ദർസ് ഉണ്ടാക്കി കൊണ്ടുവരിക. പലപ്പോഴായും പല ആളുകളും ആവശ്യപ്പെട്ടപ്പോഴൊന്നും തങ്ങൾ ഉസ്താദ് അതിന് തയ്യാറായില്ല. കാരണം ഇപ്പൊ ആദൂരിലുണ്ട്, അൽഹംദുലില്ലാ, നല്ല നിലക്കുള്ള ദഅവാ കോളേജ്, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, ദർസ് ഒക്കെ നല്ല റാഹത്തിൽ നടക്കുന്നുണ്ട്. അവിടെ കൊണ്ട് ചേർത്തിയാൽ മതി. അൽഹംദുലില്ലാ, ഇവിടെയുള്ള നമ്മുടെ ഒരുപാട് മക്കൾ, നമ്മളെപ്പോഴും നമ്മുടെ ഇതിന്റെ ഖാദിമീങ്ങളായ നമ്മളെ ഉസ്മാൻ ചാ, നമുക്കറിയാം പാത്തൂരിലുള്ള അവരെ മക്കളൊക്കെ അവിടെ പഠിക്കണം. ഇപ്പോഴും ഇവിടെ ഇതിന്റെ ഖാദിമീങ്ങളായി ഇവിടെ നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ഇവിടെ വരുന്ന മുതഅല്ലിമി ആളുകളുടെ രക്ഷിതാക്കളുടെ മക്കൾ ഇൽമു നുകരുന്നുണ്ട്. ഇനി നമുക്ക് നല്ലൊരു അവസരം ഇവിടെ എജു പാർക്കിൽ അതിന്റെ ഒരു വാതായനം തുറക്കുകയാണ്. അൽഹംദുലില്ലാ, ഷറഫി ബിരുദം കൊടുത്തുകൊണ്ട് ഇവിടുന്ന് പഠിക്കുന്ന മക്കൾക്ക് നല്ലൊരു സനദും കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ നിലക്കുമുള്ള ഭൗതികവും സമന്വയിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു അറിവ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വാതിൽ അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളി ഇവിടെ തുറക്കലോടുകൂടി. നമുക്കറിയാം, വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് ഈ എജു പാർക്കിൽ ഒരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളത്. അതിനുവേണ്ടി എപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യങ്ങൾ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്ത് പല ആളുകളോടും പറഞ്ഞു. അൽഹംദുലില്ലാ, നമുക്കറിയാം തുമ്പ ഗ്രൂപ്പിന്റെ വകയായി അൽഹംദുലില്ലാ നമുക്ക് നല്ലൊരു സുന്ദരമായ ഒരു പള്ളി, ഏകദേശം ഒരു 1.5 കോടി രൂപ ചെലവരുന്ന ഒരു പള്ളി അൽഹംദുലില്ലാ ഇതിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കുമാറാവട്ടെ. അത് പൂർത്തിയായാൽ ഉടനെ ഇൻഷാ അല്ലാഹ് ഇവിടെ ദർസ് തുടങ്ങും. അതിന് മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ചൊവ്വാൽ കഴിയലോടുകൂടി എല്ലാ സ്ഥലത്തും ദർസ് തുറക്കുമ്പോൾ ഇവിടെയും തുറക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ SLC കഴിഞ്ഞ, അതേപോലെ +2 കഴിഞ്ഞ മക്കളൊക്കെ കൊണ്ടുവന്ന് അൽഹംദുലില്ലാ എജു പാർക്കിൽ പഠിപ്പിക്കുക. അവർക്ക് 8 വർഷം ഇവിടെ പഠിച്ച് പൂർത്തിയാകുമ്പോൾ അവർക്ക് ഷറഫി ബിരുദവും അതേപോലെ തന്നെ MA ബിരുദവും കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പുറത്തിറങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ഏറ്റവും വലിയൊരു സുന്ദരമായ ഒരു സമയം ഇപ്പോഴാണ്. കാരണം നമ്മുടെ മക്കള് പിന്നെ +2 കഴിഞ്ഞ്
കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ അവരെ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് കിട്ടൂല. SLC കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഇതുപോലുള്ള രണ്ടും കൂടിയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മക്കൾ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായി ബുദ്ധിമുട്ടായി പിന്നെ വന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനാസ സംസ്കരിക്കാൻ നമ്മുടെ തലക്കും ഭാഗത്ത് വന്ന് തിൽഖീൻ ഓതാൻ നമ്മളെ മക്കൾ തന്നെ വേണം എന്നാഗ്രഹിക്കാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവില്ല. പക്ഷെ അത് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. അതിന് വേണ്ട പ്രവർത്തനം നാം തുടങ്ങണം. എവിടുന്ന് തുടങ്ങണം? ഇപ്പൊ തുടങ്ങിയിട്ട് കാര്യമില്ല. നാം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആഗ്രഹിക്കണം. എന്ത്? എനിക്ക് നല്ലൊരു സ്വാലിഹായ നല്ലൊരു കുട്ടി ഉണ്ടാവണം, ഒരു ആലിം ഉണ്ടാകണം എന്ന് നമ്മൾ അപ്പോഴേ ചിന്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ വഴികൾ തുറക്കുള്ളൂ. അൽഹംദുലില്ലാ. അപ്പോ ഇനി അതിന് വേണ്ട എല്ലാ വഴികളും നാം അന്വേഷിച്ച് എത്ര സ്ഥലത്തിന്റെ എത്ര മക്കള് പ്രയാസപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. എന്താണ് കാരണം? ഇൽമില്ലാത്തതിന്റെ പേരിൽ. ഇന്ന് ആലിമീങ്ങള് നല്ലൊരു ഇൽമ പഠിച്ചൊരു മകനുണ്ടെങ്കിൽ ബാപ്പയെ ബാപ്പ എന്നും ഉമ്മ എന്നും വിളിക്കാനും അതുപോലെ അവരെ ബഹുമാനിക്കാനും അവർക്കറിയും. നേരെ മറിച്ച് ഇൽമില്ലാതെ, അത് വലിയ ആലിമാണെന്നല്ല, നമ്മളിപ്പോ അൽഹംദുലില്ലാ നമ്മളവിടെയുള്ള എല്ലാ മക്കൾക്കും +2 വരെ അല്ലെങ്കിൽ 10 വരെ മദ്രസ പഠിച്ച് നല്ല ആത്മീയമായ ചൈതന്യത്തിലാണ് നമ്മുടെ മക്കളൊക്കെ വളരുന്നത്. അതില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ അൽഹംദുലില്ലാ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെ പോയവരും അവർ കുടുംബത്തിൽ ആലിമീങ്ങളെ കണ്ട് പഠിച്ചവരും സയ്യിദന്മാരാരാണ്, ആലിമീങ്ങൾ ആരാണ്, അവരുടെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്, ബാപ്പ ആരാണ്, ഉമ്മ ആരാണ് ഒക്കെ അറിയുന്നവർ തന്നെയാണ് അൽഹംദുലില്ലാ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു മദ്രസയും പോവാതെ അല്ലെങ്കിൽ ഇൽമ ഒന്നും അറിയാതെ ആലിമെന്തെന്ന് ഇൽമെന്തെന്ന് ദീനെന്തെന്നറിയാത്ത എത്രയോ ആളുകൾ നമുക്കറിയാം. അവരൊക്കെ വന്ന് ഓരോ വിഷമങ്ങൾ പറയുന്നത്. ഈ അടുത്തിടെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് വലിയ പ്രയാസമുണ്ട്, എൻ്റെ മകൻ ഓനൊന്ന് മരിച്ചു കിട്ടണം. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു വാപ്പ ആഗ്രഹിക്കുമോ അങ്ങനെ? ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, ഒന്ന് തങ്ങളൊന്ന് ദ്വാരക്കണം. എന്ത് നിങ്ങൾ പറയുന്നത് വെച്ച് അപ്പൊ ചോദിച്ചപ്പോ എന്താണ് അന്വേഷിച്ച് നോക്കുമ്പോ ഈ ബാപ്പയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ മകൻ നിൽക്കുകയാണ്. ഗൾഫിലാണുള്ളത്. നാട്ടിൽ വന്നാൽ കശാപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒരു മകൻ ബാപ്പയെ കൊല്ലോ? നിങ്ങൾ എന്ത് പറയുന്നത്? അല്ല തങ്ങളെ ഇത് നോക്കി ഒരു ഫോട്ടോ അയച്ചു. ആ ഫോട്ടോത്തിൽ സ്വന്തം അളിയനെ പെങ്ങളെ ഭർത്താവിനെ വെട്ടിയിട്ട് കഷ്ണമായിട്ട് മുഖം ഇങ്ങനെ ചീറി നിൽക്കുന്ന, കഷ്ണം ഇങ്ങനെ തെറ്റി നിൽക്കുന്ന, കണ്ണിന്റെ ഇവിടുന്ന് ഒരു ഭാഗം ഒന്നായിട്ട് പോയി നിൽക്കുന്ന ഒരു ഫോട്ടോമാണ് എനിക്ക് കാണിച്ചത്. ഇവന് ഇതിലപ്പുറവും ചെയ്യും തങ്ങളെ. ഈ ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഞാൻ നാട്ടിലേക്ക് വരാൻ പേടിച്ചു നിൽക്കുകയാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അവസാനം ആ ബാപ്പ പറഞ്ഞത് അതല്ലെങ്കിൽ തങ്ങളെ അവനൊന്ന് അരക്ക് കീഴ്പ്പെട്ടൊന്ന് കുഴഞ്ഞു കിടന്നെങ്കിലും സാരമില്ല, അവന്റെ തീട്ടുമൂത്രം ഞാൻ നന്നാക്കിക്കോളാം, കോരിക്കോളാം, ഭക്ഷണം ഞാൻ കൊടുത്തോളാം, എന്നാലും സാരമില്ല, അവനൊന്ന് കുഴഞ്ഞു കാണണം. ഔദു ബില്ലാഹ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളെ മക്കളൊക്കെ അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാവട്ടെ. അങ്ങനെ ഒരു ബാപ്പ പറയുമെങ്കിൽ എന്തായാലും അത് ഫലിക്കാതിരിക്കില്ല. എന്നല്ലെങ്കിൽ നാളെ അല്ലേ? ഒരു ചൊല്ലുണ്ട്, തലയിൽ ഒഴിച്ച വെള്ളം കാലിൽ എത്താതിരിക്കൂല. ഇരിക്കോ? എന്തായാലും അത് എത്തും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷെ അവന്റെ മകനിലൂടെ അല്ലെങ്കിൽ മകന്റെ മകനിലൂടെ അത് അവനിലേക്ക് എത്തും. അല്ലാഹു നമ്മളൊക്കെ കാത്ത് സലാമത്താക്കുക. എന്തുകൊണ്ടാണത്? മതപരമായ അറിവ് അവർക്ക് ഇല്ലാതെ പോയതിന്റെ ഒറ്റ കാരണം. ഞാൻ ചോദിച്ചു ആ രക്ഷിതാവിനോട്, നിങ്ങൾ മകനെ പഠിപ്പിച്ചോ? എത്ര വരെ പഠിച്ചു? ദീനീ ഉലൂമുകൾ മദ്രസ ജ്ഞാനം എത്ര വരെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. തങ്ങളെ കുടുംബവും ഒത്ത് നാട്ടിൽ നിൽക്കാൻ സമയം കിട്ടില്ല. എന്റെ ജോലിയും കാര്യങ്ങളും ഗൾഫിൽ തന്നെ ആയി. അവർക്ക് വേണ്ട കാശും കാര്യങ്ങളും പൈസയും എല്ലാം അയച്ചു കൊടുത്തു. ഗൾഫിൽ വീട്ടിൽ ഓടിയുടെ വണ്ടിയുണ്ട്,
എല്ലാ സൗകര്യവും ഉണ്ട്. അവർ വേണ്ടത് ചോദിച്ചതൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് അവരെ വേണ്ട മാതിരി പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. വീണ്ടും അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, മകളെ വിഷയം അതുപോലെ തന്നെ. എത്ര മക്കളുണ്ടെന്ന് ചോദിച്ച മകളെ വിഷയം അതുപോലെ തന്നെയാണ്. ആ മകളുടെ വിവാഹത്തിന് പോലും ഈ ഉപ്പയെ വിളിച്ചിട്ടില്ല. അവർക്ക് വേണ്ടത് കാശ് മാത്രമാണ്. കാശ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അതെങ്ങനെ നിക്കാ എങ്ങനെ ശരിയാവില്ല? ബാപ്പ കൈ കൊടുക്കാതെ നിക്കാ എങ്ങനെ ശരിയാവല്? അതൊന്നും എനിക്കറിയില്ല. തങ്ങളെ ആലോചിച്ച് നോക്കി. ഞാൻ വെറുതെ തമാശക്കൊരു കഥ പറയുകയില്ല. എന്നോട് പറഞ്ഞ അനുഭവമാണ് ഈ പറയുന്നത്. പക്ഷെ ലൈവിൽ ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ, കാണുന്നുണ്ടാവുമല്ലോ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി നിങ്ങൾ. അത്രത്തോളം അത് സംഭവിച്ചത് എന്താണ്? ആ ഉമ്മയും മക്കൾക്ക് കൂട്ടുനിന്നു. ഉമ്മ എന്ത് ചെയ്യേണ്ടിയിരുന്നു? ഉമ്മ ബാപ്പയെ കുറിച്ച്, ബാപ്പയുടെ സ്ഥാനവും ബാപ്പാന്റെ മഹത്വങ്ങളും ഉമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഉമ്മ പറഞ്ഞു കൊടുത്താൽ നന്നാവുമായിരുന്നു. ബാപ്പയെ അകറ്റിയിട്ട് എനിക്ക് നിങ്ങൾ വേണ്ട, ഞാൻ നിങ്ങളോട് ഒരു അക്ഷരം കൊണ്ടൂല, എന്റെ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം തരൂല എന്ന് ഈ ഉമ്മ പറഞ്ഞാൽ മക്കള് നന്നാവൂലേ? തീർച്ചയായിട്ടും നന്നാവും. പക്ഷെ ഈ ഉമ്മയും മക്കളോട് കൂടെ കൂടി ബാപ്പയെ ദൂരെയാക്കി. ഏകദേശം ഗൾഫ് പ്രവാസികളുടെ ജീവിതത്തിന്റെ ഒരു ആകത്തുക ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത്രത്തോളം ഇല്ലെങ്കിലും ഒരു വിഷയത്തിൽ മക്കളും ഉമ്മയും ഒന്നായി, ബാപ്പ പുറത്തു നിൽക്കുന്ന. ഈ അടുത്ത വേറൊരു രക്ഷിതാവ് വന്നിട്ട് ഒരു വിഷയം പറഞ്ഞത് ഇതുപോലത്തെ ഒരു സംഭവം തന്നെ. മകളുടെ കല്യാണമായി. ആ വിവാഹത്തിനൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണമായിട്ടില്ല. പക്ഷെ നിക്കാഹ് കഴിഞ്ഞ എന്നൊരു ഒറ്റ സ്വാതന്ത്ര്യം വെച്ച് രക്ഷിതാവ് മകൻ വരുമ്പോൾ അല്ലെങ്കിൽ മരുമകൻ വരുമ്പോൾ ഇറങ്ങിപ്പോവുകയും വരികയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. ബാപ്പ ഒന്നും ചോദിക്കാതെ, ബാപ്പയോട് അന്വേഷിക്കാതെ ഉള്ള ഒരു സംഭവമായി. അങ്ങനെ മകൾക്ക് ബാപ്പാനോട് ഭയങ്കര ദേഷ്യം, സംസാരിക്കുന്നു പോലുമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കളെ നമ്മളോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാലം ഗൾഫിൽ നിന്ന് ആറ്റുനോറ്റ് വളർത്തിയിട്ട് ആ മക്കൾ നാട്ടിൽ വരുമ്പോൾ ആ മക്കൾ നമ്മോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ അവസ്ഥ? ആ ടെൻഷൻ ആരോടാ പറയാ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് അതൊക്കെ? അവർക്ക് നല്ല അറിവ്, അഥവാ ഇതുപോലെയുള്ള വിഷയങ്ങൾ, ബാപ്പയാരാണ്, ഉമ്മയാരാണ്, തങ്ങളാരാണ്, ഉസ്താദാരാണ് എന്നുള്ള വിഷയങ്ങളിൽ വീട്ടിൽ കയറി വരുന്ന അതിഥി ആരാണ്, ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഏകദേശം ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് വരെ നമ്മളെ മക്കൾ പോയിട്ടുണ്ടാവും, നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് എന്തറിയുന്നു? നമ്മൾ ചെറുപ്രായത്തിൽ പഠിച്ചതല്ലേ, നമുക്കറിയാലോ. അന്നെന്ത് പഠിച്ചത് നമുക്കൊന്നും ഓർമ്മയിലേ ഉണ്ടാവൂല. ചെറുപ്രായത്തിൽ പഠിച്ചു. പിന്നെ അതൊക്കെ അറിയണമെങ്കിൽ അത് കുറച്ചും കൂടി പാക്വതയും എത്തി ആ സമയത്താണ് നമുക്ക് അറിയാം. പക്ഷെ അതിന് പോലും നമുക്ക് സമയമില്ല. നമ്മുടെ രക്ഷിതാക്കളൊക്കെയും സമ്പത്തുണ്ടാക്കുന്നതിന്റെ പിന്നിലൂടെ മക്കളെ പഠിപ്പിക്കണം. പക്ഷെ പഠിപ്പിച്ചതിന് ശേഷമോ ഈ മക്കൾക്ക് കൊണ്ട് നമുക്കൊരു ഉപകാരം കിട്ടുന്ന ഇല്ല. അവര് വിദേശത്ത്, ഒന്നുകിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഒരു ജോലിയും കാര്യങ്ങളും അവിടെ കല്യാണം കഴിഞ്ഞ് മക്കൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോഴും ഇവിടെ വീട്ടിൽ ഈ ബാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് തന്നെ പ്രയാസപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്. മക്കളൊക്കെ കാണാൻ പോലും ആഗ്രഹിച്ച് കൊതിച്ചു നിൽക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവരോ എല്ലാ വീടുകളിലെ അവസ്ഥയാണ്. മക്കൾക്ക് വേണ്ടി മാത്രം ഉരുകി ജീവിച്ച ഒരു ജീവിതമാണ് പ്രവാസ ലോകത്തുള്ള ആളുകളുടെ. അല്ലാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവിടെയൊക്കെയും നമുക്ക് വേണ്ടത് നമ്മൾ നല്ല അറിവ് കൊടുത്താൽ അൽഹംദുലില്ലാഹ് ആ മക്കൾ ആ ബാപ്പയെ ആ ഉമ്മയെ ബഹുമാനിക്കും, സ്നേഹിക്കും, ആദരിക്കും. നേരെ മറിച്ച് അവർക്ക് അറിവില്ല, അവർക്ക് സമ്പത്ത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ, സമ്പത്തോടു കൂടി വളരുകയാണെങ്കിൽ ആ മക്കളെ ആര് പേടിക്കണം? ഈ രക്ഷിതാവ്, മാതാപിതാക്കൾ പേടിക്കണം. നമുക്കറിയാം എത്രയോ സംഭവമില്ലേ, എത്ര വിഷയങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പറയണമെങ്കിൽ മോനോട് പറയാൻ പേടിയാണ്. എന്നിട്ട് കെട്ടിക്കൊണ്ടുവന്ന് മരുവളോട് പറയും, മോളെ നീ ഒന്ന് പറഞ്ഞു അവനോട്. എനിക്കാവൂല അവനോട് പറയാൻ. ആരാ പറയുന്നത്? ഉമ്മ പറയുന്നത്, അല്ല ബാപ്പയെ പറയുന്നത്. എനിക്ക് പറയാമെങ്കിൽ ഓന്റെ സോനോട് ഒരു ചാടുന്ന സ്വഭാവമാണ്, എനിക്ക് പറയാൻ പറ്റൂല, നീ ഒന്ന് പറഞ്ഞാളാ. ആരോട് പറയുന്നു? ഓളോട് പറയാൻ. ഓന്റെ അവളും കെട്ടിക്കൊടുന്ന മരുമകളോട് അവൾ എന്നിട്ട് പറയണം. ഉമ്മാക്കും ബാപ്പാക്കും പറയാൻ പേടി. എന്തേ? ഓനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ കൊടുക്കുന്ന കാശ് ചിലപ്പോ സ്റ്റോപ്പായി പോവും, നിന്നു പോവും എന്ന് പേടിച്ച് അവർ പറയാൻ പേടിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് വന്നത്? സമ്പത്തുണ്ടായി എന്ന ഒറ്റ കാരണം കൊണ്ട് അവരോർക്ക് പറയാനും പേടി. മക്കളോട്, ആൺമക്കളോട് പറയാൻ പേടി.
പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മളെ വീടുകളിൽ അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മുമായി സയ്യിദുമായി തങ്ങളുസ്താദുമായി സയ്യിദന്മാരുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെയും അവരുടെ മക്കളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു, ദുആ ചെയ്യുന്നു, ദ്വാരിപ്പിക്കുന്നു, അവരുടെ ആശീർവാദം വാങ്ങുന്നു. അൽഹംദുലില്ലാഹ് അവര് നല്ല ഉപദേശ സമയത്ത് കൊടുക്കുന്നു. മോനെ ഉമ്മയും ബാപ്പയും നോക്കണമെന്ന് പറയുന്നു. ആ ഒരു ബന്ധം കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹം, അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ ആശീർവാദം അത് എപ്പോഴും ആ കുടുംബത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ കാണുന്നതൊക്കെയും അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ വന്ന ആളുകളെ കുറിച്ചല്ല പറയുന്നു, കൂടുതലും നമ്മുടെ വീടുകളിൽ കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരിക്കലും തന്നെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, ആറ്റുനോറ്റ് ഉണ്ടാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, എത്രയോ യാതനകൾ വേദനകൾ സഹിച്ച മാതാപിതാക്കൾ, നമുക്കൊരു സമ്പത്തുണ്ടായി എന്നതിന്റെ പേരിൽ അവരെ നാം ഒറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യവും നമ്മിൽ നിന്നുണ്ടാവരുത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ വഴികളും ഇവിടെ മജ്‌ലിസ് തുറന്നു വെച്ചിരിക്കുക. ചെറിയ കുഞ്ഞു മക്കളടക്കം LKG 3.5 വയസ്സ് മുതലുള്ള ഫ്രീ സ്കൂൾ അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിനുശേഷം ഇതാ ഇവിടെ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്ന് പറഞ്ഞ് അങ്ങനെ അൽഹംദുലില്ലാഹ് 8ാം ക്ലാസ് 10ാം ക്ലാസ് വരെ നമുക്കിവിടെ പഠിപ്പിക്കേണ്ട സാഹചര്യം അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടെ മജ്‌ലിസ് ഒരുക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി ഇപ്പൊ സീക്കിയിൽ വന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 3 വർഷം സീക്ക് കഴിഞ്ഞ് അവര് ഗ്രേഡ് 1ലേക്ക് വന്നു. അങ്ങനെ തുടങ്ങി അവര് 5ാം വർഷം മുതൽ അവരെ ഇവിടെ സ്റ്റേ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പുതിയ ഒരു പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും പൂർത്തിയാകുമ്പോഴേക്കും അവര് ഹാഫിളായി, ഇവിടുന്ന് ഹിഫ്ളോടുകൂടി ഹാഫിളായി അൽഹംദുലില്ലാഹ് വീണ്ടും ഉപരിപഠനത്തിന് മജ്‌ലിസിൽ തന്നെ പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും നാം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, മജ്‌ലിസ് അൽഹംദുലില്ലാഹ് തങ്ങൾ ഉസ്താദ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഓരോ വർഷം വരുമ്പോഴും അതിന്റെ ഓരോ പടികൾ ഉയർന്നുയർന്നു വരികയാണ്. ഇപ്പൊ എല്ലാ നിലക്കുമുള്ള സൗകര്യമുള്ള നല്ലൊരു സ്കൂളായി നമ്മുടെ സ്കൂൾ ഇവിടെ മാറിക്കഴിഞ്ഞു. നോക്കൂ നിങ്ങൾ, ഈ ലിഫ്റ്റ് 4 നില മുകളിലേക്ക് കുട്ടികൾ കയറാൻ ഒരുപാട് പ്രയാസപ്പെടുകയുണ്ടായി. കാരണം ഈ ബാഗ് തോളിലിട്ടുകൊണ്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരുന്നു, സ്റ്റെപ്പുകൾ കയറി പോകാൻ. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഈ അധ്യയന വർഷത്തോടു കൂടി നമ്മുടെ ലിഫ്റ്റിന്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി മക്കൾക്ക് ഒരു പ്രശ്നമില്ല. ഇവിടെ തൊട്ടടുത്ത് എന്റെ അറിവിൽ ഒരു ലിഫ്റ്റ് സൗകര്യങ്ങളുള്ള സ്കൂൾ ഉണ്ടാവില്ല. നമുക്ക് 4ാം നിലയിലേക്ക് ഇതുപോലെ ഈ ഭയങ്കര ബാഗ് തന്നെ ഇപ്പോഴുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു വലിയ ഒരു ഭണ്ഡാരമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മക്കൾക്കുള്ളത്. അതൊക്കെ ഇപ്പൊ ഈ മാറുമെന്നാണ് പുതിയ തിയറികളിൽ. ബുക്കൊക്കെ നമ്മൾ സീക്യൂലൊക്കെ അങ്ങനെയാണ്, സീക്യൂലൊന്നും ബുക്ക് കൊടുക്കാനില്ല, എല്ലാ ബുക്കുകളും ഇവിടെ തന്നെ വെച്ച് അവർക്ക് വേണ്ട എല്ലാ വർക്ക് ബുക്ക് മാത്രം കൊടുത്തയക്കുന്ന ഒരു സിസ്റ്റമാണ്. കുറെ ബുക്കോ ലോഡോ ഒന്നുമില്ല. ഒരു ബാഗ് ഉണ്ടാവും, അതിലൊരു ടിഫിൻ ഉണ്ടാവും. ആ ടിഫിൻ അവരൊരു ഇവിടുന്ന് കളിക്കിടുന്ന ഒരു ഡ്രസ്സ് വേറെ ഒന്നും അവരുടെ ബാഗിൽ ഉണ്ടാവില്ല. ഒന്ന് വലിയ ഭാരമൊന്നുമില്ല. അതൊക്കെ മാറി. ആ പുതിയ സിസ്റ്റം, പഴയ സിസ്റ്റമൊക്കെ മാറി പുതിയ സിസ്റ്റത്തിലേക്കാണ് വിദ്യാഭ്യാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതിനനുസരിച്ച് പുതിയ പുതിയ സൗകര്യങ്ങളോടുകൂടി നമുക്ക് ഇവിടെ എവിടെയും ഇല്ലാത്ത നല്ല നല്ല സൗകര്യങ്ങളാണ് തങ്ങൾ ഉസ്താദ് ഇവിടെ ഒരുക്കി തരുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും വസാരിഉ ഫിൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങളിൽ നമ്മൾ ഉളരണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഭാഗവാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈം ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർ ക്യാമ്പ് ഇവിടെ തുടങ്ങുകയാണ്. അത് ബാക്ക്വേർഡുള്ള കുട്ടികളെയും അതേപോലെ തന്നെ നല്ല ഉഷാറുള്ള പല പല കുട്ടികൾക്കും പല പല കഴിവുകളായിരിക്കും. അങ്ങനത്തെ കഴിവുള്ള കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട, അവർക്ക് ഏതാണോ, അവർക്ക് എന്തിനോടാണോ അവരുടെ വാസന, ആ മേഖലയിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്തി, എഴുത്തുകാരനാണെങ്കിൽ എഴുത്തുകാരൻ, പ്രഭാഷകനാണെങ്കിൽ പ്രഭാഷകൻ, അങ്ങനെ ആ തുടങ്ങി ആ മേഖലയിലേക്ക് അവർക്ക് ഒന്ന് ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു സമ്മർ ക്യാമ്പ് ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങുകയാണ്. ഈ വെക്കേഷൻ ടൈമിൽ നിന്ന് തുടങ്ങുന്നു. അതിലേക്ക് എല്ലാ ആളുകളും നമ്മളെ കുട്ടികളെ, എല്ലാ ക്ലാസ്സുകളിലുള്ള കുട്ടികളെ, പുറമുള്ള കുട്ടികൾക്കും വരാം. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല പുറമുള്ള കുട്ടികൾക്കും അതിൽ വരാം, അഡ്മിഷൻ ചെയ്യാം. നല്ല നിലക്ക് അവരെ പഠിപ്പിച്ച് വിദ്യാഭ്യാസപരമായ നല്ലൊരു മുന്നേറ്റം അവർക്ക് നൽകാൻ കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ തന്നെ അവർക്ക് നല്ല അറിവുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ ആണ് ആ കുട്ടികളെ നമുക്ക് ഡോക്ടറാക്കണമെങ്കിൽ ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആക്കാം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എത്ര കുട്ടികൾ, എത്രയെത്രയോ ആലിമീങ്ങൾ, തലപ്പാവ് ധരിച്ച എത്രയോ ആളുകൾ, ഉസ്താദുമാരാണ് ഒരുപാട് വക്കീൽമാരായി ഇറങ്ങിയത്, വലിയ വലിയ ഡോക്ടർമാരായിട്ട് സേവനം ചെയ്യുന്നത്. അങ്ങനെ തുടങ്ങി രണ്ടും സമന്വയിപ്പിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ
മാർഗങ്ങൾ ഒരുപാട് മാർഗദർശികളായി നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയം വെക്കേഷൻ ടൈം നമ്മുടെ മക്കളൊക്കെ ശരിക്കും സൂക്ഷിക്കേണ്ട ടൈമാണ്. ഓരോ പേരും പറഞ്ഞു നമ്മൾ മക്കളെ വിട്ടുകഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് പോയിട്ട് പല പാർക്കുകളിൽ പോയി പല വെള്ളച്ചാട്ടത്തിങ്ങളിൽ പോയി ഒരുപാട് മക്കൾക്ക് പല അപായങ്ങളും സംഭവിച്ചത് നമ്മൾ വാർത്തകൾ വായിച്ചതാണ്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരുപാട് പിച്ചക്കാരും പല ആളുകളും കയറി വരുന്ന സമയമാണ്. നമ്മളെ കുഞ്ഞുമക്കൾ കുരുന്നുമക്കൾ ഒന്നും അറിയാതെ അവര് പോയി അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ബാപ്പയില്ല ഉമ്മയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മളെ മക്കൾ നാം കിച്ചണിലും മക്കൾ പുറത്തുമായാൽ പല പല അനർത്ഥങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ മക്കളൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഒരു കണ്ണ് നമ്മൾ ആ മക്കളിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് വേണം. നമുക്കറിയാം നമ്മുടെ ഉമ്മമാരൊക്കെ എപ്പോഴും ഉറങ്ങുന്നവരാണെങ്കിൽ പോലും അവര് ഒരു കുട്ടി കരയുമ്പോഴേക്കും അവരറിയുന്നു. ഒരു പക്ഷേ നമ്മൾ എത്ര വിളിച്ചാലും അവരറിയില്ല. പക്ഷെ കുഞ്ഞിന്റെ ചെറിയൊരു കരച്ചിൽ കേൾക്കുമ്പോൾ ആ ഉമ്മ എണീക്കുന്നു. ആ ഉറക്കിൽ തന്നെ ആ ഉമ്മ തൊട്ടിലെ ആട്ടുന്നത് നമുക്കറിയാം അല്ലേ? അതെന്താ അർത്ഥം? അവരുടെ കൽബിറങ്ങിയാലും ഒരു കണ്ണ് ആ കുട്ടിയിൽ ശ്രദ്ധ വെച്ച് ഉറങ്ങിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നതുപോലെ തന്നെ നാം എവിടെ നിൽക്കുകയാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇനി അലക്കുകയാണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ മക്കളിൽ ഒരു ശ്രദ്ധ ഒരു കണ്ണ് മക്കളിൽ വേണം. ഒന്ന് ശബ്ദമൊന്നും എവിടെ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒന്ന് വിളിച്ചു നോക്കുക, മോനെ മോളെ എന്ന് വിളിച്ചു നോക്കുക. അപ്പൊ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കുസൃതി ഒപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. ഒക്കെ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സമയമാണിത്. മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളാക്കി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു വളർത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇനാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന മഹത്തായ ഖുർആൻ വാക്യത്തിൽ ഈ സഖാഫിയ റാത്തീബിന്റെ ഈ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.